Hi friends, welcome back to Neema's Tips and Tricks. ഇന്ന് സാധാരണയിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ നമുക്കൊരു നാടൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും തംസ് അപ്പും ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു നാടൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അരി വേവിക്കാൻ വേണ്ട ചേരുവകൾ: നെയ്യ് 1/2 ടേബിൾ സ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ, വെള്ളം 2 കപ്പ്, അരി 1 കപ്പ്. ഞാനിവിടെ ബസ്മതിയാണ് എടുത്തിരിക്കുന്നത്. 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയ അരിയാണിത്. ശേഷം വേണ്ട ചേരുവകൾ: കടുക് 1/2 ടീസ്പൂൺ, പച്ചമുളക് 1-2 അരിഞ്ഞത്, കായപ്പൊടി 1 ടീസ്പൂൺ, വറ്റൽമുളക് 2, ഉഴുന്ന് 1/4 കപ്പ്, പൊട്ടുകടല 1/4 കപ്പ്, കശുവണ്ടി കുറച്ച്. ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് 1-2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ചെറിയ കഷ്ണം, തേങ്ങാപ്പീര 1/2 അല്ലെങ്കിൽ 1/4 കപ്പ്, ക്യാരറ്റ് 1/4 കപ്പ്, കറിവേപ്പില കുറച്ച്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ നമുക്ക് ചോറുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ 2 കപ്പ് വെള്ളത്തിലോട്ട് 1 കപ്പ് അരി, 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഇട്ട് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതിലോട്ട് നമുക്ക് നെയ്യ് ഇട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഈ വെന്ത ചോറ് നമുക്ക് ഈ ട്രേയിലോട്ട് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി മറ്റൊരു പാനിൽ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് നമുക്ക് ചൂടാക്കാൻ വെക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം ഉഴുന്ന്, പൊട്ടുകടല അതുപോലെ കശുവണ്ടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. കശുവണ്ടിയുടെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ശേഷം കായപ്പൊടി, പിന്നെ നമ്മുടെ കറിവേപ്പില, വറ്റൽമുളകും, അതിനുശേഷം നമ്മുടെ ക്യാരറ്റും ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഏകദേശം 1 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. ഇതിലോട്ട് നമ്മുടെ തേങ്ങാപ്പീരയും ചേർക്കാം. തേങ്ങാപ്പീരയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണേണ്. അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അരി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതായതുകൊണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചോറ് ചേർക്കാം. ഇനി നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം.
കാണാൻ നല്ല ഭംഗിയില്ലേ? അങ്ങനെ നമ്മുടെ നാടൻ തേങ്ങാച്ചോറ് റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി വെക്കാം. എൻ്റെ ഈ അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ട്രൈ ചെയ്യണേ. സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. See you all in my next video with another tips and tricks.